ഹലോ ഹായ് ഇറ്റ്സ് മീ സിനിമ ചേട്ടൻ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് ഡബിൽ കാണാൻ സാധിക്കുന്ന ഒരു 5 ഹൊറർ ത്രില്ലർ തെലുങ്ക് മൂവീസിന്റെ വിശേഷങ്ങളാണ്. ഗംഭീരമായ ഹൊറർ മൂവീസ് തന്നെയാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന 5 സിനിമകളുടെ ഡൗൺലോഡ് ലിങ്ക് എന്റെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. എന്ന് കരുതി ഇപ്പോഴേ പോയി ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കരുത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മൂവീസ് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായവും കമന്റ് ചെയ്യാനായി മറക്കരുത്. അപ്പോൾ ഏതൊക്കെയാണ് ആ 5 മൂവീസ് എന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. 2019 ഒരു ഹൊറർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് നടുങ്കാതെ ഇല്ലത്തിൽ പേയ്. നടുങ്കാതെ ഇല്ലത്തിൽ പേയ് എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഒരു അനാഥ മന്ദിരത്തിൽ ഒരു കുട്ടിക്ക് ഒരു ചികിത്സയുടെ ആവശ്യത്തിനായി ഒരുപാട് കാശിന്റെ ആവശ്യം വരികയാണ്. അങ്ങനെ ഈ വിവരം അറിഞ്ഞ നമ്മുടെ ഹീറോ ആ കുഞ്ഞിനെ സഹായിക്കാനായി ഒരുപാട് ഇടത്തുനിന്ന് കടം വാങ്ങുകയും അങ്ങനെ കുറെ പലിശയ്ക്ക് പൈസ വാങ്ങുകയൊക്കെ ചെയ്ത് കുറെ പണം ഇങ്ങനെ സ്വരുക്കൂട്ടി വെക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പണം ആ ഹീറോയുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുകയാണ്. നഷ്ടപ്പെട്ട് ഇനി എങ്ങനെ ആ കുഞ്ഞിനെ സഹായിക്കും എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്ന ഹീറോയുടെ മുന്നിൽ ഒരു മാർഗം തെളിയുകയാണ്. അതായത് ഒരു ബംഗ്ലാവിൽ പ്രേതബാധയുള്ള ഒരു ബംഗ്ലാവിലേക്ക് ഒരു മന്ത്രവാദിയുടെ വേഷം കെട്ടി നമ്മുടെ ഹീറോ പോവുകയാണ്. അതായത് ആ പ്രേതബാധ ഒഴിപ്പിക്കാനായി ഒരു മന്ത്രവാദിയായി ഒരു ബംഗ്ലാവിൽ പോവുകയാണ്. ശേഷം അവിടെ നടക്കുന്ന ഗംഭീരമായ ത്രില്ലിംഗ് സംഭവങ്ങൾ തന്നെയാണ് നടുങ്കാതെ ഇല്ലത്തിൽ പേയ് എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. യഥാർത്ഥത്തിൽ അവിടെ പ്രേതമുണ്ടോ, ഉണ്ടെങ്കിൽ ആ പ്രേതത്തിനെ എങ്ങനെ ഒഴിപ്പിക്കും എന്നൊക്കെയുള്ള ഗംഭീരമായ സംഭവങ്ങൾ കുറച്ച് കോമഡിയിൽ ചാരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ചിത്രമാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 4.6 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രമായിരുന്നു. 2015 ഒരു ഹൊറർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് അമ്മ 2. അമ്മ 2 എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ അമ്മ 1 പറഞ്ഞിരിക്കുന്ന ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കഥ പറഞ്ഞ് നിർത്തിയിരിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അവരുടെ ഇടയ്ക്ക് നടക്കുന്ന കുറെ സംഭവങ്ങളാണ്. അതായത് അവരുടെ ഇടയ്ക്ക് ഒരു ആത്മാവ് കൂടി അവരിൽ ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും ഭയപ്പെടുത്തുന്ന കുറെ സംഭവങ്ങളുമാണ് അമ്മ 1 പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന്റെ കണ്ടിന്യൂഷൻ ആയ അമ്മ 2 ആ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആ ഒരു ആത്മാവിൽ നിന്ന് രക്ഷപ്പെടാനായി അവർ മറ്റൊരു പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിനായി പുതിയ ഒരു സ്ഥലത്തേക്ക് അവർ മാറിപ്പോവുകയാണ്. അങ്ങനെ അവിടെ പോയി പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനായി അവർ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും അതേ ആത്മാവ് അവരുടെ ലൈഫിലേക്ക് വീണ്ടും കുടിയേറുകയാണ്. തുടർന്ന് എന്തിനാണ് അവരെ ഈ ഒരു ആത്മാവ് ഇങ്ങനെ വേട്ടയാടുന്നു എന്നൊക്കെയുള്ള ഗംഭീരമായ കുറെ ത്രില്ലിംഗ് സംഭവങ്ങൾ തന്നെയാണ് അമ്മ 2 എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. ഗംഭീരമായ ഒരു ഹൊറർ മൂവി തന്നെയാണ്. ഷബ്ന കാസിമാണ് ഇതിലെ പ്രധാന വേഷത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 4.8 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ മൂന്നാമത്തെ ചിത്രമായിരുന്നു. 2022 ഒരു ഹൊറർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് യക്ഷി. ഇത് തമിഴ് പേരാണ് യക്ഷി എന്നുള്ളത്. തെലുങ്കിൽ ഇത് കുറച്ച് വലിയൊരു പേരാണ്. വായിൽ കൊള്ളാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അതായത് യക്ഷി എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ അശ്വിൻ മായ എന്നീ 2 കപ്പിൾസിന്റെ ഇടയിൽ ഒരു ആത്മാവ് കൂടുന്ന ഒരു കഥയാണ്. അതായത് ആ ദമ്പതിമാർക്കിടയിൽ വളരെ സന്തോഷത്തോടെ പോകുന്ന ഒരു സമയത്ത് അവർക്കിടയിൽ ഒരു ആത്മാവ് കൂടിയിട്ടുണ്ടെന്നുള്ള ഒരു വിവരം അവർ തിരിച്ചറിയുകയും തുടർന്ന് ആ ആത്മാവിൽ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുന്ന അവരുടെ ഒരുപാട് ശ്രമങ്ങളാണ് വളരെ ഭയപ്പെടുത്തുന്ന ഒരുപാട് ഗംഭീരമായ ത്രില്ലിംഗ് മൊമെന്റ്സ് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് യക്ഷി എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 6.4 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ നാലാമത്തെ ചിത്രമായിരുന്നു. 2015 ഒരു ഗംഭീര ഹൊറർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ത്രിപുര എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഹീറോയിൻ ചില സ്വപ്നങ്ങളൊക്കെ കാണുകയാണ്. അതായത് അവൾ കാണുന്ന ആ സ്വപ്നങ്ങൾ യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. അങ്ങനെ ആ നാട്ടിലുള്ള ആൾക്കാർ ഈ പെൺകുട്ടിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞ് അവളെ ചികിത്സയ്ക്കായി അയക്കുകയാണ്. ഹൈദരാബാദിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണാനായി ആ പെൺകുട്ടി പോവുകയാണ്. ആ സൈക്കാട്രിസ്റ്റ് ആണ് നമ്മുടെ ഹീറോ. അങ്ങനെ നമ്മുടെ ഹീറോയും ഈ പെൺകുട്ടിയും തമ്മിൽ പ്രണയത്തിലാവുകയും അവർ വിവാഹിതരാവുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ വിവാഹ ശേഷം അവൾ ഒരു സ്വപ്നം കാണുകയാണ്. തുടർന്ന് ആ സ്വപ്നത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ഗംഭീരമായ ഭയപ്പെടുത്തുന്ന കുറെ സംഭവങ്ങൾ തന്നെയാണ് ത്രിപുര എന്ന ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. ഗംഭീരമായ ഒരു മൂവി തന്നെയാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 5.5 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 5ാമത്തെ ചിത്രമേ നോക്കാം. 2018 ഇറങ്ങിയ ഒരു മികച്ച ഹൊറർ ത്രില്ലർ മൂവിയാണ് ഭാഗമതി എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ IAS ഓഫീസറായ നമ്മുടെ ഹീറോയിനെ ചില ചോദ്യം ചെയ്യലുകളുടെ ഭാഗമായി ഒരു തടവറയിൽ അല്ലെങ്കിൽ ഒരു വീട്ടിനുള്ളിൽ ബന്ധനസ്ഥയാക്കി ഇടുകയാണ്. ശേഷം ആ വീട്ടിനുള്ളിൽ കുറെ അമാനുഷികമായ സംഭവങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ചില അമാനുഷികമായ ചില ശക്തികൾ നമ്മുടെ ഈ ഹീറോയിന്റെ ശരീരത്തിലേക്ക് കൂടുകയാണ്.
തുടർന്ന് സംഭവിക്കുന്ന ഗംഭീരമായ മുഹൂർത്തങ്ങൾ തന്നെയാണ് ഭാഗമതി എന്ന ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. ഗംഭീരമായി കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. അനുഷ്ക ഷെട്ടിയാണ് പ്രധാന വേഷത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7/10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പൊ ഇതൊക്കെയാണ് തമിഴ് ഡബിൽ കാണാൻ സാധിക്കുന്ന ഒരു 5 തെലുങ്ക് ഹൊറർ ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ. തുടർന്ന് നിങ്ങൾക്കറിയാവുന്ന വേറെയും സിനിമകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും കമന്റ് ചെയ്ത് അറിയിക്കുക കേട്ടോ. അതുപോലെ ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നവരെ ടിൽ ദെൻ ബൈ ബൈ. അപ്പാ എന്താ